പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് അറിയാം ഏവർക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഉംറ നിർവഹിച്ചു വന്ന കേരളത്തിൽ 36 പേരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ഗെറ്റ് ടുഗദർ കൊടുക്കുക എന്ന അടിസ്ഥാനത്തിലാണ്. ജാഗർ പ്രോപ്പർട്ടീസിൻ്റെയും അതുപോലെ ജന്നാത്ത് ഫിർദൗസിൻ്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ തൻവീർ കാജ ഖുർആൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാനുള്ളതാണ് മൗലാന സാധനം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. അസ്സലാമു അലൈക്കും. ജാഗർ പ്രോപ്പർട്ടീസിൻ്റെയും അതേമാതിരി ജന്നത്തുൽ ഫിർദൗസിൻ്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ തൻവീർ കാജ, ജന്നത്തുൽ ഫിർദൗസ് ടൂറിസം ആൻഡ് ട്രാവൽസിൻ്റെ കേരളത്തിൽ നിന്നും കാലിക്കറ്റിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റത്തെ ബാച്ച് 36 പേരും അവരുടെ കുടുംബാംഗങ്ങളും. പ്രത്യേകിച്ചിട്ടും ഇന്നത്തെ ഈ പരിപാടി അവർക്ക് 36 പേർക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ഒത്തുചേരുന്ന വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ 3 മുഖ്യ അതിഥികളാണ്. ഒന്ന്, നമുക്ക് ഏവർക്കും അറിയാം, മൂപ്പര് ഡെസ്റ്റിനേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, അൻസാർ മൗലവി അൻസാർ നന്മണ്ട. അതുപോലെ തന്നെ ജിടെക് ഗ്രൂപ്പിൻ്റെ ചെയർമാനും ദി ബിസിനസ് ക്ലബിൻ്റെ സെക്രട്ടറിയുമായ മെറൂഫ് മണലോടി, കർണാടക
എന്നതിനുള്ള SP ഭാഷ മെമ്പർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കർണാടക സ്റ്റേറ്റ് കൗൺസിലിൻ്റെ മെമ്പറും കൂടിയായ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൗലാന സുഹൈർ ചുങ്കത്തറ, എൻ്റെ മുന്നിലിരിക്കുന്ന CDA മുൻ ചെയർമാനായ NC അബൂബക്കർ, CSCOൻ്റെ പ്രസിഡൻ്റായ CBC സിദ്ദീഖ്, ഉംറ നിർവഹിച്ചു വന്ന സഹോദരന്മാരെ, ബിസിനസ് ക്ലബ്ബ് മെമ്പർമാരെ, 12 വർഷങ്ങൾക്കകം പിന്നിട്ട ജാഗർ പ്രോപ്പർട്ടീസ് കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നപ്പോൾ തന്നെ അതിൽ ചൂക്കാൻ പിടിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തനിയും നമ്മുടെ GTECൻ്റെ ചെയർമാനായ മെഹറൂഫ് മണലുടിയുമായുള്ള ബന്ധങ്ങൾ 12 വർഷങ്ങൾക്ക് പിന്നിട്ടിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കോഴിക്കോട് ഒരു പരിപാടി തുടങ്ങണമെന്ന് നിശ്ചയിച്ചപ്പോൾ ജന്നത്തുൽ ഫിർദൗസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കോഴിക്കോട് തുടക്കം കുറിച്ചു. സൗത്ത് ബീച്ചിൻ്റെ മുന്നിലുള്ള ഗ്രില്ലെക്സിൻ്റെ മുകളിലാണ് ജന്നത്തുൽ ഫിർദൗസ്. നമുക്ക് ഇവർക്കും അറിയാം, ജന്നത്തുൽ ഫിർദൗസ് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ പൂന്തോട്ടം. അതനുസരിച്ചുള്ള പേരും കൂടെ അദ്ദേഹം ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർണാടകയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലമായ 200 ഏക്കർ അദ്ദേഹത്തിൻ്റെ ജോഗർ പ്രോപ്പർട്ടീസ്, അവിടെ ടൗൺഷിപ്പാണ് അദ്ദേഹം ഇതാക്കുന്നത് കർണാടകയിൽ. അദ്ദേഹത്തിന് എന്തെന്നാൽ ഏറ്റവും അധികം കുറഞ്ഞ നിരക്കിൽ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏവർക്കും അറിയാം, പല ഭാഗങ്ങളിലേക്കും ഉംറയ്ക്ക് പോകുമ്പോൾ 85,000 അടുത്ത് ഏകദേശം റിട്ടേൺ അടക്കം വരുമ്പം അദ്ദേഹം വെറും 65,000 അടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാങ്ങിയിട്ടുള്ളൂ. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ടല്ല നോക്കിയത്. അദ്ദേഹം തന്നെ ഉംറയ്ക്ക് പോയുള്ള ആൾക്കാർക്ക് മാക്സിമം കുറച്ച് അവർക്ക് VIP പരിഗണന തന്നെ കൊടുത്തിട്ട് മുന്നോട്ട് പോകണം വിചാരിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തും നൽകട്ടെ, ആമീൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ ബന്ധപ്പെടുകയും ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ബാച്ചിന് അവർക്കൊരു ഗെറ്റ് ടുഗദർ കൊടുക്കുക എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ ഗ്രാൻഡിൽ വിളിച്ചു ചേർത്തത്. സാധാരണ ഏത് ടൂർസ് ആൻഡ് ട്രാവൽസുകളും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊന്നും നടത്താറില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി തൻവീർ കാച്ച നടത്തുന്നത്. അദ്ദേഹത്തിന് ആ നല്ല മനസ്സ്, അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ ബിസിനസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും ആ സന്തോഷകരമായുള്ള വാക്കുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എറ്റി കൊടുക്കുകയും ചെയ്യുന്നത്. വയസ്സിന് എന്നെക്കാട്ടി ചെറുപ്പമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾക്കും വേണ്ടി അദ്ദേഹം മെഹറൂഫ് മണലുടിയുമായി കൂട്ടുകളിച്ചുകൊണ്ട് പല പരിപാടികളും ഇവിടെ ആവിഷ്കരിക്കാനുള്ള ഇതിലുണ്ട്. ഇപ്പോൾ സൗത്ത് ബീച്ചിൽ ഗ്രില്ലെക്സിൻ്റെ മുകളിലേക്കാണ് ഓഫീസ് തുടങ്ങിയത്. അത് വിപുലീകരിച്ച് മാവൂർ ഭാഗത്തേക്ക് മാറ്റിയിട്ട് അൽഹംദുലില്ലാ നല്ല ഒരു ഓഫീസ് ആയിട്ട് ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അടക്കമുള്ള ഒരു ഓഫീസാണ് ജന്നത്തുൽ ഫിർദൗസിൻ്റെയും ജാഗർ പ്രോപ്പർട്ടീസിൻ്റെയും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉംറയ്ക്ക് പോയ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ പറയുമെന്ന് വിചാരിക്കാം. ഒരു പ്രത്യേകതര ഓരോരുത്തരും അതിനെപ്പറ്റി പറയുമെന്ന് എന്നെ വിചാരം. ഏതായാലും നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ മൗലവി അൻസാർ നന്മണ്ട അവർക്ക് ഹാർദമായി ഞാൻ ജന്നത്തുൽ ഫിർദൗസിൻ്റെയും ജാഗർ പ്രോപ്പർട്ടീസിൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ GTEC ഗ്രൂപ്പിൻ്റെ ചെയർമാൻ 740 സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട നമ്മുടെ GTEC മെഹറൂഫ് മണലുടി, ബിസിനസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായ മെഹറൂഫ് മണലുടിയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കർണാടകയിൽ നിന്നുള്ള SP ഭാഷ മെമ്പർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കർണാടക കൗൺസിലിൻ്റെ സെക്രട്ടറി മെമ്പറും കൂടി ആയിട്ടുള്ള ഭാഷയും സ്വാഗതം ചെയ്യുന്നു. ഖുർആൻ അർപ്പണം ചെയ്ത മൗലാനയെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിധരായിട്ടുള്ള ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട്
ജാഗർ പ്രോപ്പർട്ടിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും കൂടെ ജന്നത്തുൽ ഫിർദൗസിൻ്റെയും ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ തൻവീർ ഖാജയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Assalamu alaikum wa rahmatullahi wa barakatuh. Respected guest, Mr. Ansar Nalmandar, and respected GTech Mehroof ji, GTech Education, and respected SB Basha, KPCC member of Karnataka. I am very much happy today, Alhamdulillah. Our first batch, Jannatul Firdaus Tours and Travels, they have come back from the Umrah, and we have kept one felicitation program. So it's a very good day for us. We have done very hard work, and we have a branch in Bangalore, Dubai, and now we have opened in Calicut. So regularly in Bangalore, every month, 200 to 300 people, they go and perform Umrah. And here we have come to Kerala with lots of expectation. It is not just to make money, it is not just to make name, fame. Here we have come to give service of all Keralites. This is not only Calicut, we are focusing on other districts also. Other 14 districts we are planning to cover, and our motto, our intention of Jannatul Firdaus Tours and Travels is everyone Umrah has to be performed very good. I can say very, very good. Because usually I have seen so many tours and travels. In Bangalore, more than 200 tours and travels are there. 200. 200. But no one giving proper service. Few reputed people are giving best service. And you know, by seeing all that, even I planned and I have done dua to Allah subhanahu wa ta'ala to give an opportunity to do his Hajj and Umrah service. So now, Alhamdulillah, this company has been opened in 2022. From last 3 years, mashallah, our all batch, the best service we have given. In span of transportation, in span of flight, direct flight, nice hotel, unlimited food, lot of ziyarats of Makkah and Medina, complimentaries to the all Hajis of giving them, you know, offering them complimentary gift, camel milk. You know, our intention is, you know, our Haji should be, his ibadah should be complete. He should be, you know, when he come back to his place, he feels that, okay, I have performed my Umrah properly. It should not be like a trip. It should not be like a, you know, we have gone to some other trip, enjoyed and come back. You know, so by seeing all these things, we are trying our best to give service. So I request you all, and I am very much thankful to all my Hajis who has joined with our Jannatul Firdaus and give us opportunity to give proper service to them. So thank you so much, and I request you in future also,
we will give best to best service for all people of Kerala. Thank you so much. നമുക്ക് ഇതിനെപ്പറ്റി പ്രഭാഷണം പറഞ്ഞുകൊണ്ട് വേണ്ടി മൗലവി അൻസാർ നന്മണ്ട അവർക്ക് സാദൃശ്യനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ ഉമറാക്കളെ, ഉലമാക്കളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വലിയ കൂട്ടായ്മയുടെ മനോഹരമായ ഒരു കൂടിയിരിക്കലിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളും എന്തിന് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുൻപിൽ ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി സ്വർഗപ്രവേശനം നേടണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ ഇത് പ്രവർത്തിക്കാറുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിങ്കലെത്തുകയും റബ്ബിന് തൃപ്തകരമായ നമുക്ക് മാറ്റത്തിന് കാരണമായ ഉംറ നിർവഹിച്ചു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഏതൊരു ഇബാദത്തും നമുക്ക് ഉപകാരപ്പെടുന്നത് ആ ഇബാദത്ത് മാത്രം ഭംഗിയായി ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ഇബാദത്തുകൾ മാനസികമായും കർമ്മപരമായും നമ്മളെ എത്രത്തോളം നന്മയിലേക്ക് എത്തിക്കുന്നുവോ എങ്കിൽ മാത്രമേ ഏത് ഇബാദത്തുകളും ഫലപ്രാപ്തിയാകൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ വീടിൻ്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുകയും നിങ്ങൾ ഓരോരുത്തരും 5 തവണകളായി ആ പുഴയിൽ കുളിക്കുകയും ചെയ്താൽ എത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ മലിനമുക്തമാണോ അതുപോലെ മലിനമുക്തമാകണം 5 നേരത്തെ നമസ്കാരം. ആ 5 വക്ത് നമസ്കാരം കൊണ്ട് ആ നേട്ടം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം നാളെ റബ്ബിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളൊരു പരിശുദ്ധ ഉംറയാവട്ടെ ഹജ്ജാവട്ടെ നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ വലത്തുഹു ഉമ്മുഹു, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചവരെ പോലെ പാപമുക്തമായി മനസ്സിലടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും തിന്മകളും സൃഷ്ടാവിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇനി ഒരിക്കലും തെറ്റായ വഴിയിലേക്കോ ചിന്തകളിലേക്കോ ഞാൻ പോകില്ല റബ്ബേ എന്ന നിയ്യത്തോടുകൂടി അത് നിർവഹിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഏത് ഇബാദത്തുകളും നാളെ റബ്ബിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാ. മുൻഗാമികളായ കവികൾ പാടിയതുപോലെ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം,
ആദമിൻ്റെ മക്കളെ, നിങ്ങളെ നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ടാണ്. നമ്മൾ കാണാറില്ലേ, ഒരാശുപത്രിയിൽ നിന്നും കുഞ്ഞ് പ്രസവിച്ച ഉടനെ കരഞ്ഞിട്ടില്ല എങ്കിൽ ആ ആശുപത്രിയാകെ മൂകമാകും, രക്ഷിതാക്കളാകെ മൂകമാകും, സങ്കടപ്പെടും. ജനിച്ച ഉടനെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നിങ്ങളുടെ ബന്ധുക്കളും കുടുംബക്കാരും നിങ്ങളുടെ കരച്ചിൽ കണ്ട് ചുറ്റുഭാഗം കൂടി നിന്ന് ചിരിക്കുകയായിരുന്നു. എങ്കിൽ ആ കുടുംബക്കാരും ബന്ധുക്കളും നിങ്ങളുടെ ചുറ്റുഭാഗം കൂടി നിന്ന് മനസ്സിന്റെ സങ്കടം കൊണ്ട് കരയുന്ന ഒരു ദിനം വരാനുണ്ട്. ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ളാഹികൻ മസ്റൂറാ. അന്ന് ആ കരയുന്നവർക്ക് നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിന്റെ അമലുകൾ നിന്നെ സഹായിക്കണം, നിനക്ക് വേണ്ടി നീ അധ്വാനിക്കണം. നാളെ പടച്ച റബ്ബിന്റെ ഖബറിലേക്ക് കടന്ന് 3 പിടി മണ്ണ് വാരിയിട്ട് കുടുംബക്കാരും ബന്ധുക്കളും ഈ ലോകത്തുള്ള അവസാനത്തെ യാത്ര നമുക്ക് നൽകുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ മണ്ണിൽ കിടക്കണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടതും നമ്മൾ അധ്വാനിച്ചേ മതിയാകും. കാരണം ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും. തീർച്ചയായും ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോകും. അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യവും മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. അല്ലാഹു മനുഷ്യനെ പറ്റി സ്വയം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാ. മിൻ അയ്യു ഷൈഇൻ ഖലഖഹു, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എവിടെ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന്? പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടാനുകോടി ഇന്ദ്രിയത്തുള്ളിയിലെ നിസ്സാരമായിരുന്നൊരു ഇന്ദ്രിയത്തുള്ളി നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് അള്ളിപ്പിടിച്ച് രക്തപിണ്ഡമായി അല്ലെങ്കിൽ മാംസപിണ്ഡമായി ഈ കാണുന്ന കോലത്തെ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു സുമ്മ അമാതുഹു ഫഅക്ബറ. അവസാനം ഇതെല്ലാം നശിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. ആ തിരിച്ചുള്ള യാത്ര നമുക്ക് എത്ര മനോഹരമാക്കാൻ സാധിക്കുമോ അതിനുള്ള ജീവിതമാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കിയ മാനേറിസ കൊട്ടാരങ്ങൾ ദുനിയാവിൽ ഇട്ടേച്ചു പോകേണ്ടതാ. വാരിക്കുട്ടിയ സമ്പത്തുകളും അണിഞ്ഞുകൂട്ടുന്ന സ്വർണ്ണാഭരണങ്ങളും ഈ ദുനിയാവിൽ നിക്ഷേപിച്ചു പോകേണ്ടതാ. നമ്മൾ വരുന്നതിൻ്റെ മുൻപേ ഈ ദുനിയാവ് ഇവിടെയുണ്ടെങ്കിൽ നമ്മൾ പോയാലും ഈ ദുനിയാവ് ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം വമൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവ് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണെന്നും വല്ലാഖിറത്തു ഖൈറും വഅബ്കാ, എന്നൊന്നും നിലനിൽക്കുന്നത് സൃഷ്ടാവിന്റെ പാരത്രിക ലോകമാണെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും തിരിച്ചുള്ളൊരു യാത്രക്കൊരുങ്ങി സ്വന്തം ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ ജീവിതത്തിൽ റബ്ബിന്റെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ചോദ്യം പോലും എന്താ? മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാരായിരുന്നു? അള്ളാഹുവിനെ, സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കണം. എത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടും ഇന്നും നമ്മെ സ്നേഹിച്ച് നമുക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കി തരുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, കഴിക്കുന്ന ഭക്ഷണം കള്ളത്തരത്തിലൂടെ സമ്പാദിച്ചതായിട്ടും അത് ദഹിപ്പിക്കുന്ന ആമാശയത്തെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവ്, കാണുന്ന കാഴ്ചകൾ തോന്നിവാസങ്ങൾ ഏറെയുണ്ടായിട്ടും ആ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു നൽകുന്ന സൃഷ്ടാവ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹക്കും ബാത്തിലും തിരയാതിരുന്നിട്ടും ഓരോ ദിവസവും ഭക്ഷണം ഒരുക്കി തരുന്ന സൃഷ്ടാവ്, കാലുകളെ കൊണ്ടും കൈകളെ കൊണ്ടും ശാരീരിക അവയവങ്ങളെ കൊണ്ടും റബ്ബ് നൽകുന്ന മഹാ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ റബ്ബിനെ, ആ സൃഷ്ടാവിനെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, പലരും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, ആ റബ്ബിനെ അറിഞ്ഞിട്ടില്ല. ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുൻപ് മുസ്ലിം സമൂഹത്തോട് കൽപ്പിച്ച ചില കൽപ്പനകളുണ്ട്. ജനങ്ങളെ, ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സൃഷ്ടാവല്ലാത്തൊരാൾക്ക് നേരെയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്. നിങ്ങളുടെ നേർച്ചകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഇബാദത്തുകൾ നിങ്ങളുടെ സൃഷ്ടാവിന് മാത്രമേ നൽകാവൂ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്കോ ആളുകൾക്കോ നിങ്ങൾ ഒരിക്കലും സൃഷ്ടാവിന് പകരമായി സങ്കല്പിക്കാൻ പാടില്ല.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. ഉറക്കം ബാധിക്കാത്ത, മയക്കം ബാധിക്കാത്ത, എന്നെന്നും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യനാവശ്യമുള്ള സർവ്വതും ഒരുക്കി കൊടുക്കുന്ന ആ റബ്ബിനെ, അഹദായ സ്വമദായ ആ റബ്ബിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് വചനം ഉച്ചരിച്ചുകൊണ്ട് നാഥന്റെ മുൻപിലേക്ക് കയറി ചെല്ലാൻ സാധിച്ചാൽ ആകാശ കവാടങ്ങളെ പോലെ സ്വർഗ കവാടങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മരണം തേടിയെത്തുന്നതിൻ്റെ മുൻപേ നമ്മൾ റബ്ബിനെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ആ റബ്ബേയുള്ളൂ എൻ്റെ ഏത് സങ്കടങ്ങൾ മാറ്റാനും എന്ന് വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കണം. എനിക്കെൻ്റെ റബ്ബ് തന്നത്, എൻ്റെ റബ്ബ് എനിക്ക് തരാത്തത് എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണെന്ന ചിന്തയോടെ ആ സൃഷ്ടാവിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളെ തിരിച്ചുള്ള യാത്ര ഏറ്റവും ഭംഗിയാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച് തന്ന ബന്ധങ്ങളെ ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളൊക്കെ ഒരു കുടുംബ, വർഷങ്ങൾക്ക് മുൻപ് പടച്ച റബ്ബിന്റെ മണ്ണിൽ ചെന്ന് ആ ബന്ധം ഇന്നും കൂടിയോജിക്കുന്ന ഒരു കുടുംബം. ഈ ബന്ധങ്ങളൊക്കെ പടച്ചോൻ തരുന്നതാ. ഹലാലായ ഏത് ബന്ധങ്ങളും അള്ളാഹു ഓർമ്മപ്പെടുത്തിയല്ലോ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആവർത്തിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു വചനമുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെ പടച്ചോൻ വ്യത്യസ്ത ഗോത്രത്തിലും നാട്ടിലും ജനിപ്പിച്ചത് നിങ്ങൾ പരസ്പരം പോരടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാന്റെ ദുനിയാവ് വാരിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് അഹങ്കാരത്തോടു കൂടി നടക്കാൻ വേണ്ടിയിട്ടല്ല. വ്യത്യസ്ത തലമുറകളിലും തറവാട്ടിലും അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്നവരെയാ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഗമത്തിന്റെ കീഴിൽ ഇവരോരോരുത്തരും ആഗ്രഹിച്ചതും ആ കൂടിയിരിക്കല, പരസ്പരം സ്നേഹിക്കുന്ന, എല്ലാ ബന്ധങ്ങളെയും സ്നേഹം കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല ബന്ധങ്ങളാവാൻ. പക്ഷെ ഇന്നും നമ്മൾക്കിടയിൽ അലോഗ്യങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളോടുകൂടി തമ്മിൽ അകന്ന് ജീവിക്കുന്നു. മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം മടക്കാതെയും മനസ്സിന്റെ ഈഗോയും വാശിയും പകയും കൊണ്ടു നടക്കുന്നു. അവസാനം പൊരുത്തം കിട്ടാതെ പല മനസ്സുകളും വേദനിപ്പിച്ചും സ്വയം വേദനിച്ചും നൂറുകണക്കിന് മനുഷ്യരാ പടച്ചോന്റെ മണ്ണ് കിടക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഖബറിൽ റബ്ബൊരുക്കി വെച്ചിട്ടുള്ള മണ്ണിൽ മനസ്സമാധാനത്തോടെ നമുക്ക് കിടക്കണമെങ്കിൽ, നാഥന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം. ഒരു ബന്ധത്തെയും തകർക്കാതെ ജീവിക്കാൻ പറ്റണം. ഒരാളുടെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം, സമയത്തിൻ്റെ പരിമിതിയുള്ളത് കൊണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കലൊരു സാധു വൃദ്ധയായ സ്ത്രീ കയറി വന്നു. ആ വൃദ്ധയുടെ കയ്യിൽ ഒരു മുന്തിരിയുടെ കൊലയുണ്ടായിരുന്നു. ആ മുന്തിരിക്കൊല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നീട്ടിയിട്ട് ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകരെ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. സന്തോഷത്തോടെ ആ ഒരു മുന്തിരിക്കൊല വാങ്ങി ഒരല്ലിയെടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് വായിലിട്ടു. രണ്ടാമത്തെ മുന്തിരിയും വായിലിട്ടു. മൂന്നാമത്തെ മുന്തിരി അല്ലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹാബാക്കൾക്കൊരു ദേഷ്യം തോന്നി. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് കിട്ടിയാലും ഒന്നോ രണ്ടോ അള്ളാഹുവിൻ്റെ റസൂലുള്ള കഴിക്കും, ബാക്കി മുഴുവനും പട്ടിണി കിടക്കുന്ന സഹാബാക്കൾക്ക് കൊടുക്കും. പക്ഷെ അന്ന് ആ മുന്തിരി സ്വഹാബത്തിന്റെ നേരെ പോലും നോക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നാകെ അങ്ങ് കഴിക്കും. അവസാനത്തെ മുന്തിരിയും കഴിച്ചു തീർത്ത് ആ സ്ത്രീ വൃദ്ധ സന്തോഷത്തോടെ റസൂലുള്ളാന്റെ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാന്റെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങളാ ചെയ്തത് ശരിയായില്ലട്ടോ. അത്ഭുതത്തോടെ അള്ളാന്റെ റസൂലുള്ള ചോദിച്ചു, എന്തേ സഹാബത്തെ? അല്ല, ഞങ്ങളൊക്കെ പട്ടിണി കിടക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് താങ്കൾക്ക് എങ്ങനെ അത് മുഴുവനും തിന്നാൻ തോന്നി നബിയെ? ആ ചോദ്യം കേട്ട റസൂലുള്ളാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. വിതുമ്പിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞത്, സ്വഹാബത്തെ, ഒന്നാമത്തെ മുന്തിരി അല്ലിയെടുത്ത് വായിലിട്ടപ്പോൾ എൻ്റെ ആയുസ്സിൽ ഇതുപോലെ പുളിക്കുന്ന ചവർപ്പുള്ളൊരു മുന്തിരി ഞാൻ തിന്നിട്ടില്ല. ഞാനതങ്ങ് തുപ്പട്ടെ എന്ന് കരുതി. പക്ഷെ തുപ്പിയാൽ
അതാ പെൺകുട്ടിയെ, ആ ഉമ്മയെ, ആ സഹോദരിയെ കരയിപ്പിക്കുന്നതിന് പകരമായിരിക്കും. ആ വൃദ്ധ കരയും, എനിക്കുറപ്പാ. അവസാനം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ ആ മുന്തിരി തിന്നു തീർത്തത്, നിങ്ങൾക്കത് തന്നാലും നിങ്ങളത് തുപ്പിക്കളയും. നിങ്ങൾ തുപ്പിക്കളയുമ്പോഴും ആ സാധുവൃദ്ധ കരയാതിരിക്കാൻ സഹിച്ചിട്ടാണെങ്കിലും ഞാനത് മുഴുവനും തിന്നു തീർത്തതാണെന്ന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പറയുമ്പോൾ സഹാബത്തും കരഞ്ഞൂന്നാ. ഇതായിരുന്നു ഇസ്ലാം. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സന്ദേശം. ഇതായിരുന്നു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മനുഷ്യന്റെ താക്കോലുകൾ. ആ സ്നേഹവും പരസ്പര ബന്ധവും ഇനിയും മരണം വരെ ചേർത്ത് നിർത്തി ചേർന്ന് നിന്ന് നാഥന്റെ തൃപ്തി നേടാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തുകൾക്കും ചെയ്ത അമലുകൾക്കും നാഥന്റെ മുൻപിൽ പ്രസക്തി ഉണ്ടാവുക. അല്ലാതെ അത്തഹിയ്യാത്തിലിരുന്ന് സലാം വീട്ടുമ്പോൾ മനസ്സിൽ പകവെച്ചാണ് സലാം വീട്ടുന്നതെങ്കിൽ, പരിശുദ്ധ കാബാലയത്തിങ്കൽ വെച്ച് തിരിച്ചു പോരുന്നതും അലോഗ്യവും പണക്കും മനസ്സിൽ വെച്ചാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നതിനേക്കാൾ കൂടുതൽ നാവുകളെ കൊണ്ട് മറ്റൊരുത്തന്റെ പച്ചയിറച്ചിയും പരദൂഷണവും പറയുന്നുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഒന്നും ഉപകാരപ്പെടാത്തവനായി അള്ളാഹു നമ്മളെ പരിഗണിക്കും. നാഥന്റെ മുൻപിൽ പാപ്പരായി നിൽക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ കിട്ടുന്നത് അല്പ കൊല്ലമാണെങ്കിൽ പോലും ആ ആയുസ് ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മത്സരിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, ഉന്നതമായ റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി, ജന്നത്തുൽ ഫിർദൗസിന് വേണ്ടി. ആ ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള മാലാകമാരോടൊപ്പം അമ്പിയാക്കളും ഔലിയാക്കളോടുമൊപ്പം മനോഹരമായിട്ട് ജീവിക്കാൻ എത്ര കാലം എന്നുള്ളതല്ല, ജീവിച്ച കാലം കുറവാണെങ്കിലും മടക്കം മനോഹരമാക്കാൻ പറ്റണം, തിരിച്ചുള്ള യാത്ര മനോഹരമാക്കാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്തേക്ക് കയറി വന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് തൻ്റെ 30-ാമത്തെ വയസ്സിലാണ്. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താകുന്നുണ്ട്, മരിക്കുന്നുണ്ട് ഒരു യുദ്ധക്കളത്തിൽ വെച്ച്. ആ 5-ാമത്തെ കൊല്ലം യുദ്ധത്തിൽ പങ്കെടുത്ത് അദ്ദേഹം വയറിന് വെട്ടുകിട്ടി രക്തം വാർന്നൊലിച്ച് മദീനത്തെ പള്ളീൻ്റെ മുറ്റത്ത് വന്നിങ്ങനെ കിടക്കും. സഹാബത്ത് ചോദിക്കും, നബി, സഹാബത്ത് ചോദിക്കുന്നുണ്ട്, സഅദേ എന്ത് ചെയ്യണം? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയും, മദീന പള്ളിയോടൊന്ന് ഞാൻ ചാരിക്കടത്തണം. മദീന പള്ളിയോട് ഇങ്ങനെ ചാരിക്കടക്കുന്ന സഅദിന്റെ അവസാനത്തെ പെടച്ചിൽ കണ്ട് സഹാബത്ത് കരയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിക്കതച്ച് വരുമ്പോഴേക്കും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ മണലിലേക്ക് മരിച്ചു വീഴും. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോകും. 6 അടി മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ കബറിലേക്ക് മയ്യത്തിറക്കി വെക്കും. ആ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് ആകാശത്തേക്ക് നോക്കി പടച്ചോന്റെ അരികിലേക്ക് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ചിരിക്കും. മനസ്സറിഞ്ഞ് റസൂൽ ഇങ്ങനെ ചിരിക്കും. അത് കണ്ട സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ച്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നുണ്ട്, ഏതു മനുഷ്യൻ മരിച്ചാലും അവനെ കബറ് കൊണ്ടുവെക്കുമ്പം ആ കബറിൽ നിന്നും അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കും. ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. 16 കൊല്ലത്തെ ഒരമലിൻ്റെ പേരിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായി ബന്ധം പുതുക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇനിയും ആ ബന്ധം അള്ളാന്റെ സ്വർഗത്തിലും ആഗ്രഹിക്കണമെന്ന് ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നാളെ അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് പോകുമ്പോൾ നമുക്ക് നിരവധി മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും. എന്നിട്ട് ആ കബറിലേക്ക് ചുണ്ടി റസൂലുള്ള പറയുന്നൊരു വാക്കുണ്ട്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അള്ളാഹ് ഒരുക്കി വെച്ചത് 70,000 മലക്കുകളെയാണ്. 5 കൊല്ലം കൊണ്ട് 70,000 മലക്കുകളെ കൊണ്ട് അള്ളാന്റെ അരികിലേക്ക് പോകാൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇനി എത്ര കാലം എന്ന് ജീവിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത ഞാനുങ്ങളും ഇനി ആഗ്രഹിക്കേണ്ടതും സ്വപ്നം കാണേണ്ടതും അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ഈ ദുനിയാവിലെല്ലാം നശിച്ചു തീരുന്നതിൻ്റെ മുൻപ് എൻ്റെ മനസ്സെങ്കിലും എനിക്ക് നന്നാക്കണമെന്ന് ചിന്തിച്ച് സ്വന്തം ഹൃദയത്തെ നന്നാക്കി, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ഹൃദയത്തെ പരിപോഷിപ്പിച്ച് ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചും മറ്റൊരാളെ സങ്കടപ്പെടുത്താതെയും നാഥനോട് പ്രാർത്ഥിച്ചും എല്ലാം അള്ളാഹുവിൻ്റെ അരികിലേക്ക് തവക്കുല് ചെയ്തും മുന്നോട്ട് പോകാനാവട്ടെ. ഏത് കൂട്ടായ്മയും ഏത് കൂടിയിരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കേട്ടതൊന്നും ഈ പറയുന്ന ഞാൻ പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് അങ്ങേയറ്റം ഈ സന്ദർഭത്തിൽ വെച്ച ഇത്രയേറെ നന്മകൾ പ്രവർത്തിക്കുന്ന, പരലോകം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നവർക്ക് നിങ്ങളെ പ്രാർത്ഥനയിൽ ഇടങ്ങൾ കൊടുക്കണം. കാരണം ഈ ദുനിയാവ് ഇങ്ങനെ നല്ലോണം നിലനിൽക്കാനും പടച്ചോന്റെ ശിക്ഷകൾ നമ്മളെ പിടികൂടാതിരിക്കാനും ഇവരെ പോലെയുള്ള ചില ആളുകളുടെ നല്ല മനസ്സുകളെ കൊണ്ടാണ്, അത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. കാരണം പലരും പലതിനും വേണ്ടി ദുനിയാവ് വെട്ടിപ്പിടിക്കുമ്പോൾ, സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ചോടുമ്പോൾ
നാഥൻ്റെ മുൻപിലേക്ക് എന്തെങ്കിലും വേണമെന്ന് ചിന്തിച്ച് ഈ കാണുന്ന നേതൃത്വം, ഇവിടെയുള്ള ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയോട് അതിന് പിന്തുണ കൊടുക്കാനും അതോടൊപ്പം അള്ളാഹുവിനോട് അതിന് തക്കതായ കൂലി ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനും ഇതിനേക്കാൾ മനോഹരമായ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും നിങ്ങളെ പ്രാർത്ഥനയുണ്ടാവണം. ആ പ്രാർത്ഥനയ്ക്കു കൂടിയാവട്ടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത മുഖ്യതായിട്ടുള്ള ജി ടെക്കിൻ്റെ ചെയർമാൻ മെഹ്റൂഫ് മണലോടിയെ സാധനം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ജന്നത്തുൽ ഫിർദൗസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ തൻവീർ ഖ്വാജ, എൻ്റെ സുഹൃത്ത് സനാഫ് പാലക്കണ്ടി, എൻ്റെ മറ്റൊരു സുഹൃത്ത് ശ്രീ അൻസാർ നന്മണ്ട, ശ്രീ ബാദുഷാ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഉംറ കഴിഞ്ഞെത്തിയിട്ടുള്ള ആദ്യത്തെ ജന്നത്തുൽ ഫിർദൗസിൽ ത്രൂ പോയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഒരു ഗെറ്റ് ടുഗദറാണ് ശരിക്കും ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉംറ പാക്കേജിൻ്റെ പോകുന്ന ദിവസം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജന്നത്തുൽ ഫിർദൗസിനെ പറ്റി. കാരണം കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തൻവീർ ഖാജയെ പരിചയമുണ്ട്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ എന്നുള്ളത് ഏകദേശ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് അത്രയും കോൺഫിഡൻ്റായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള. സാധാരണ ഒരു ഉംറ പാക്കേജൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സംഗമം നടത്താൻ ഒരു ട്രാവൽസുകാരന് സാധാരണ ധൈര്യം ഉണ്ടാവില്ല. കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ, പ്രത്യേകിച്ച് ഒരു 20, 30, 40 ആൾക്കാർ ഒന്നിച്ച് വരുന്ന സമയത്ത് കൂടുതൽ നെഗറ്റീവുകൾ പറയാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം, പോസിറ്റീവിനേക്കാളും കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉംറ, പ്രത്യേകിച്ച് ഒരു ഉംറ ചെയ്യുക അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല അത്. കാരണം ഈ ഒരു ബാച്ചിൽ പോയ ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് ബാച്ച്, കോഴിക്കോട് എന്നുള്ള ബാച്ചിൽ ആദ്യമായിട്ട് മക്ക വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ. അതിലെനിക്ക് തോന്നുന്നു ഒരാളൊക്കെ ഒരു പ്രാവശ്യം മുന്നേ പോയതുള്ളൂ. അപ്പോൾ അത് പടച്ചോന് വിളിക്കുന്ന സമയത്താണ് നമുക്കിതിനൊരു അവസരം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ചൊന്നും സമയം കളയുന്നില്ല. വീണ്ടും അഭിനന്ദനങ്ങൾ. ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും പറയണ്ടെങ്കിൽ നമുക്ക് മക്ക മദീനയൊക്കെ കാണാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയൊക്കെ ഉംറ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ഭാഗ്യമാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ജന്നത്തുൽ ഫിർദൗസ് ട്രാവൽസ് പോവട്ടെ, കൂടുതൽ ആൾക്കാർക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ കിട്ടട്ടെ. ഇപ്പം ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ സത്യം പറയേണ്ടൊക്കെ ഹജ്ജൊക്കെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. 10-26 വയസ്സിൽ തന്നെ അൽഹംദുലില്ലാ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പോഴും എല്ലാ വർഷവും ആ മക്ക ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ വർഷങ്ങളിലും ഒരു പ്രാവശ്യം തന്നെങ്കിലും പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ പോയി വന്ന ആൾക്കാർക്കുള്ള അവരുടെ മനസ്സിലും അത് തന്നെ ആയിരിക്കും, അത് ആ ഹറം അങ്ങനെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കും. തീർച്ചയായിട്ടും ദുആ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വന്നതിന്, പ്രത്യേകിച്ച് ജന്നത്തുൽ ഫിർദൗസിൻ്റെ അതിൻ്റെ ഒരു ടീം വർക്ക് നല്ല ഉഷാറാണ്. കാരണം നിങ്ങളെ സെർവ് ചെയ്യാൻ അവർ കാണിച്ചിട്ടുള്ള അവരുടെ ഒരു മനസ്സ് നിങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തൻവീർ ഖ്വാജനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹം ഇതൊരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടമായിട്ട് കാണുന്ന ഒരാളല്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. വേറെ ഏതൊരു ട്രാവൽസ് ആണ് എന്നുണ്ടെങ്കിലും അതൊരു കച്ചവടം എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ കച്ചവടം ഇതല്ല. ഇദ്ദേഹം ഒരു ബിൽഡറാണ്. ആ ബിൽഡർ എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക എന്നുള്ളതും അതിലൂടെ അദ്ദേഹത്തിനൊരു ചെറിയ ശതമാനം പ്രാർത്ഥന കിട്ടുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. എല്ലാത്തിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ.
ചിലർ ട്രാവൽസ് നടത്തുന്നത് അല്ലെങ്കിൽ ഉംറ പാക്കേജ് നടത്തുന്നതൊക്കെ തന്നെ അതിലൂടെ ഒരു ബിസിനസ് ഉണ്ടാവണം എന്നുള്ള. ഇദ്ദേഹത്തിന് ബിസിനസ് സെക്കൻഡറിയാണ്, ഇദ്ദേഹത്തിന് പ്രൈമറി ബിസിനസ് വേറെയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ പ്രാർത്ഥനകളാണ്. ആ ഒരു ചെറിയൊരു പ്രാർത്ഥന അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള രീതിയിലേക്ക് ഉള്ള പഠിച്ചോൻ അതിനെത്തിക്കട്ടെ. നമുക്കിന്ന് പ്രത്യേകിച്ച് അൻസാർ നന്മണ്ട, നമുക്കറിയാം കോഴിക്കോട്ടെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സമയത്തുള്ള ക്ലാസ്സിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇപ്പം നിങ്ങൾ ഉംറക്ക് പോയ സമയത്തും മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വഴികളിലൂടെയൊക്കെ തന്നെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് തീർച്ചയായിട്ടും മക്കത്തേക്കും മദീനയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. കാരണം ഞാൻ തന്നെ ഇവിടെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ മനസ്സ് തന്നെ ഒന്ന് മക്കത്തൊക്കെ എത്തിപ്പോയി. അപ്പോൾ എല്ലാവർക്കും അത് പോയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു ഫീൽ തന്നെ ഉണ്ടാവാം. എന്തായാലും എല്ലാം നല്ല ഹൈറാവട്ടെ. തൻവീർ ഖ്വാജക്ക് ഇനിയും ഇതേപോലെ ഒരുപാട് ആൾക്കാരെ മക്കത്തൊക്കെ കൊണ്ടുപോകാനും ഉംറ ചെയ്യിക്കാനും ഹജ്ജ് ചെയ്യിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഉംറ ഫോക്കസ്ഡ് ആണ്. ഉംറ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം. വേറെ സ്ഥലത്തേക്കുള്ള ട്രിപ്പുകളോ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യുന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഓരോരുത്തരും പോയി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു പ്രാർത്ഥന എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുമോ അത്രത്തോളം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഇദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം അദ്ദേഹത്തിന് മലയാളം അധികം അറിയില്ല. ഖാജ, now I just want to speak something on English about you. Is okay? All right. So I was just telling, like, the people who are sitting here, because your objective was making this trip is not for just making money. You have another business, you are getting money from there, and whatever you are earning right now, you want to spend it to the people of Kozhikode. Just like you are doing it in Bangalore. Bangalore ഇവർ എല്ലാ മാസങ്ങളിലും ഓരോ ഗ്രൂപ്പ് വെച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ അവർ കൊണ്ടുപോകുന്നുണ്ട്. So I just told them, every month you can expect a batch either from Kozhikode or from Kerala, and try to make sure that you are giving the best of your service to the people, because once you do that, they themselves will have that word of mouth, and you can have more people and you will get more prayers. Inshallah, all your best, all the best to you, and may Allah accept all your good work which you are doing right now. Okay? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഹൈറോ ആവട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത മുഖ്യാതിഥിയായിട്ടുള്ള കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മെമ്പറും കർണാടക വഖഫ് ബോർഡ് ചെയർമാനുമായ SP ഷായെ സാധനം ക്ഷണിക്കുന്നു. ഭാഷയെ SP ഭാഷ. अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू. जो जन्नत फिरदौस के मैनेजिंग डायरेक्टर हाजी तनवीर सादा साहब और हमारे जो डयास पर बैठे हैं मेहमान कराम और जो हज उम्र को जाकर आके हैं, आप हज पूरा भी कर आके हैं, आपको मुबारकबाद देता हूँ. और जन्नत फिरदौस में जो भी हमारे ताजा भाई ख्वाजा हाजी साहब कर रहे हैं, अब जो भी आप कौम की खिदमत के लिए कर रहे हैं, उन लोग जो भी उन लोग का लास्ट टाइम आपको 60-5 हज़ार में भेजे हैं, उन लोग 15-20 लाख रुपए हाथ से डालकर पैसे इनके बोले से हमारे कौम के लिए कुछ खिदमत होना है, कौम के लिए कुछ उम्र जाने के लिए बहुत तकलीफ़ होते हैं. इसलिए हमारी तरफ से कुछ मदद कर कर आप भेजेंगे तो मुझे कुछ नेकी मिल जाएगी, अल्लाह दे देगा. बस आपसे लेने की ज़रूरत नहीं है बोलकर उन लोग नियत कर कर आप लोगों को खिदमत कर रहे हैं. वैसा उनकी पूरा भी दुबई में भी है, बेंगलुरु में भी है, और इधर भी केरला में भी है उनका. और उनका बिजनेस तो दूसरा है. फिर इसमें जो भी काम कर रहे हैं उन लोग जो आप लोगों की खिदमत करने के लिए है, इसलिए आप लोग पूरा साथ देकर. और बहुत बेंगलुरु में 1 लाख रुपए से कम नहीं है उम्र के लिए, इधर 60-5 हज़ार में कर रहे हैं और 35 हज़ार रुपये उन्होंने हाथ से डालकर आप लोगों का खिदमत कर रहे हैं. केरला में आकर आप लोगों का खिदमत करने के लिए आए हैं, आप उन लोग को बहुत साथ दीजिए. बस वो आप खिदमत करने के लिए हमेशा तैयार हैं. बस अब उन लोग पूरी भी और वैसे उन लोग मस्जिदों के लिए मदरसों के लिए बहुत खिदमत कर रहे हैं. बेंगलुरु में या हर जगह में मदरसों के लिए
मस्जिदों के लिए जो भी काम करना है, जो भी गरीबों के लिए, हकदारों के लिए पूरा भी बहुत खिदमत कर रहे हैं उन लोग। इसलिए दुआ कर दीजिए वो हमारे ख्वाजा भाई के लिए और ऐसी कौम की खिदमत करने की, आप लोगों की हर हमेशा आप हज को भेजने की, उम्रे को भेजने की और ताकत दे अल्लाह ताला बोलकर मुबारकबाद देता हूँ। अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। അടുത്തത് ഉംറയ്ക്ക് പോയി വന്നവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു മൊമെൻറ്റോ തൻവീർ ഖാജിക്ക് നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. സമയമുണ്ടോ? ഉംറയ്ക്ക് പോയി വന്നവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. അബ്ദുൽ ജബ്ബാർ സാഹിബിനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറ ഒരു ഗ്രൂപ്പുമായിട്ട് പോകാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ ആണ് ജന്നത്തുൽ ഫിർദൗസിൻ്റെ ഒരു ഓഫർ കിട്ടിയത്. ഗ്രൂപ്പുമായിട്ട് ഇതുവരെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കുറേ കാലം സൗദി അറേബ്യയിലുള്ളത് കൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോയുള്ളത് സ്വന്തമായിട്ടും ഒക്കെ ആണ്. പക്ഷേ ഇതുവരെ ഒരു അനുഭവം ഫസ്റ്റിൽ ഉണ്ടായപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പുമായിട്ട് പോകുന്നുണ്ടാകുമ്പോൾ ഇന്ന് സുഖം എന്താണ്. ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെട്ടു. ഒരു പരിചയമില്ലാത്ത എവിടെയോ കിടക്കുന്ന കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന ആളുകളും മറുഭാഗത്ത് കിടക്കുന്ന ആളുകളായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഇപ്പോൾ ഒരു കുടുംബമുണ്ട് ശരിക്ക് പറഞ്ഞാൽ. അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സുഖകരമായിരുന്നു. പക്ഷെ വലിയ സുഖം വിചാരിച്ചിട്ട് ആരും ഉംറക്ക് പോകണ്ടല്ലോ. കുറച്ച് ത്യാഗം സഹിക്കാനാണ് നമ്മൾ പോകുന്നതുമൊക്കെ. പിന്നെ അവിടെ കിടക്കാനൊരു സ്ഥലം വേണം, തിന്നാൻ ഭക്ഷണവും വേണം. പിന്നെ അവിടുത്തെ പ്രധാന പ്രശ്നം ആരോഗ്യ പ്രശ്നം വരുന്നതാണ്. എങ്കിൽ പോലും ഇതുവരെ കിട്ടാത്ത ഒരു പ്രത്യേക സൗകര്യങ്ങൾ, ചെറിയൊരു അസൗകര്യം ഉണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് റൂം മാറ്റി തന്നിട്ട് സൗകര്യപ്പെടുത്തി തന്നു ഒരേ ദിവസം കൊണ്ട്. അത്രയും ടൈറ്റുള്ള സ്ഥലമാണ്. മദീനത്ത് ചെന്നപ്പോൾ ചെറിയൊരു അസൗകര്യമുള്ള റൂമായിരുന്നു കിട്ടിയത്. അവിടുത്തെ ഒരു സർവീസ് മോശമാണെന്ന് തോന്നി. അവിടെ വിവരം അറിഞ്ഞു. അപ്പം തന്നെ ഇവിടുന്ന് MD വിളിച്ചു. അതിനൊക്കെ താങ്ക്സ് പറയുന്നു. കാര്യങ്ങളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റി തന്നു, റൂമിലേക്കൊക്കെ മാറ്റി. വേറെ പ്രയാസങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല, ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ. പിന്നെ അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ആയിരുന്നു. ബാക്കിയുള്ള അനുഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ടു. പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മക്കത്തൊക്കെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലോ ഉംറക്ക് പോയാലോ വേറെ എന്തിനു പോയാലോ ഈ വിസിറ്റിങ്ങിനൊന്നും പോയി കഴിയാറില്ല. മക്കത്തുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ കാണാറില്ല, കണ്ടിട്ടില്ല. ഇത് ഹറമ്, അതിനോട് ബന്ധപ്പെട്ട് ഹജ്ജ് ചെയ്യുന്ന സ്ഥലം, ഉംറ, അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ നാട്ടിലേക്ക് ജിദ്ദക്ക് തിരിച്ചു പോകും. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണാറില്ല. ഗ്രൂപ്പുമായി പോയതുകൊണ്ട് മക്കത്ത് ഇത്രയും സ്ഥലങ്ങൾ ചരിത്ര സംഭവങ്ങളായിട്ട് കാണാനുണ്ട് എന്ന് അറിഞ്ഞത് ഈ പ്രാവശ്യമാണ്. അത് കാണുകയും ചെയ്തു. മദീനത്ത് നമ്മൾ പോയിട്ട് കുറേ കാലം മുമ്പ് കണ്ട അനുഭവങ്ങളെന്നല്ല ഇപ്പോൾ
ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു 40 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A to Z മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള ഒരുപാട് സമയങ്ങൾ പറഞ്ഞ് ഞാൻ തീർക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉംറ സുന്ദരമായി റാഹത്തായി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ചെയ്തു വന്നു. അതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതുപോലുള്ള സൗകര്യങ്ങൾ ട്രാവൽസ് ജന്നത്തുൽ ഫിർദൗസ് നമുക്ക് ചെയ്തു തന്നു. അതിനുള്ള നന്ദി കടപ്പാടും നമ്മൾ അറിയിക്കുന്നു. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജബ്ബാർ സാഹിബ് പറഞ്ഞ പോലെ അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാവും എന്നറിയാം. അതിന് മുന്നേ 3 മുഖ്യാതിഥികളുണ്ട്. അവർക്ക് ജന്നത്തുൽ ഫിർദൗസിൻ്റെ ചെയർമാൻ തൻവീർ ഖാജ മെമൻറ്റോ നൽകുന്നുണ്ട്. ആദ്യമായി ജിടെക്കിൻ്റെ ചെയർമാൻ മെഹറൂഫ് ഫോണിലെ സാധനം ക്ഷണിച്ചോളുന്നു. അവിടുത്തെ നമുക്ക് നല്ല സംഭാഷണം നടത്തിയ മൗലവി അൻസാർ നന്മണ്ടക്ക് തൻവീർ ഖാജ. മുഖ്യതയായിട്ടുള്ള വഖഫ് ബോർഡ് ചെയർമാനും വേണ്ടി ഭാഷയ്ക്കും വേണ്ടിയിട്ട് തൻവീർ ഖാജയെ സാധനം ക്ഷണിക്കുന്നു. അടുത്ത് ഉംറയ്ക്ക് പോയി വന്നവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടേക്ക് വന്ന് സംസാരിക്കാം? അടുത്ത് ഷെരീഫ് താത്ത 2 വാക്ക് പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ജന്നത്തുൽ ഫിർദൗസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഉംറ പാക്കേജിൽ പോകാൻ സാധിച്ചതിൽ അള്ളാഹുവിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ MD ആയിട്ടുള്ള തൻവീർ ഖോജ, അദ്ദേഹം കാണിച്ചിട്ടുള്ള മഹത്തായ സേവനം പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ സംരംഭത്തിന് പോകാൻ 5 വർഷം മുമ്പ് ആഗ്രഹിച്ചതാണ്. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ 2 ഭാര്യമാരും അവരുടെ മരുമക്കളും ഉംറയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എന്നോടും കൂടെ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ പകരം ഒരാളില്ലാത്തത് കാരണം ഞാൻ ആ യാത്ര മാറ്റിവെക്കുകയാണ് ചെയ്തത്. അന്ന് പോകാൻ സാധിക്കാത്തതിൻ്റെ ഖേദം തീർക്കാൻ ഇന്ന് ഈ ബഹുമാന്യനായ തൻവീർ ഖോജ സാഹിബിൻ്റെ ഈ സംരംഭത്തിന് സാധിച്ചു. അതെനിക്ക് ഒരു മഹത്തായ ഒരു അനുഭവമായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും അനേകം ഇത്തരം ഉംറ യാത്രകൾ തരപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ.
അത് ഉപയോഗപ്പെടുത്താൻ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, ഞാനിതിൽ പങ്കെടുത്ത ചില സ്ത്രീകളുമായിട്ട് അടുത്തിടപഴകിയപ്പോൾ അവരിൽ ചിലർക്കൊക്കെ തന്നെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. അവർക്ക് ഈ ഉംറ പാക്കേജ് വളരെ ഉപയോഗപ്രദമായി എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. പലർക്കും അവരുടെ നിസ്സാരമായ പൈസ പലരും സഹായിച്ചതുകൊണ്ടും ഇങ്ങനെ കുറച്ചൊരു ഇളവ് ഇതിൽ കിട്ടിയതുകൊണ്ടും ഇത് ഒരു അവസരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അള്ളാഹു ഏർപ്പെടുത്തിയത് ഈ മാനീയ സാന്നിധ്യത്തെയാണ്. അത് നമ്മൾ എല്ലാവരും ഇനിയും തുടർന്നും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അപേക്ഷ. നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള ഇതുപോലുള്ള ഉംറയ്ക്ക് പോകാൻ അല്പം പ്രയാസപ്പെടുന്നവരോട് ഇങ്ങനെയുള്ള സംരംഭത്തിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുക. ഞാൻ പല ട്രാവൽസുകാരുമായിട്ടും ഈ കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഇതിൻ്റെ പാക്കേജ് 85-ൽ കൂടുതലായിട്ടാണ് പറഞ്ഞത്. അതിലൊരു 20,000 രൂപ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കുറവ് ഒരു തരത്തിലും നമ്മെ ബാധിച്ചിട്ടില്ല. ഭക്ഷണം, താമസം, അതുപോലെ തന്നെ പരിരക്ഷ, സേവനം ഒക്കെ തന്നെ മഹത്തായതായിരുന്നു. ഈ കുറവ് മറ്റൊരു കാര്യങ്ങളിലും നമ്മൾക്ക് പ്രതിഫലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നു. മഗ്രിബ് യാത്രക്കാർ 3-ഉം ഇശ 2-ഉമായി കസറായി നിർവഹിക്കുക. കുറച്ച് അപ്പുറത്തും വന്ന ആൾക്കാർക്കും ഇശ 4 റക്അത്തായി മഗ്രിബിൻ്റെ കൂടെ ജമ്മായി നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി ആഫ്റ്റർ മഗ്രിബ് അല്ലേ? ഉംറ പോയി വന്നവർക്ക് ആർക്കും സംസാരിക്കാനുണ്ടോ? അല്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് വരണേ. ഉംറയ്ക്ക് പോയി വന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഏറ്റുവാങ്ങാം. എന്നിട്ട് നിസ്കരിക്കാൻ പോവുക. മടങ്ങി വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പിരിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇനിയും ഉംറ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം അരുളുമാറാകണേ. എല്ലാ അമലുകളും ഇബാദത്തുകളും നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. എല്ലാവർക്കും ഫുഡ് ഉണ്ട് കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടേക്ക് എന്തായാലും വരണം. എന്നാൽ എല്ലാവരും ഒന്നുകൂടി വരി, ഒന്നും കൂടി വരി. ഉംറക്ക് പോയ ആൾക്കാരെല്ലാവരും കൂടി വരി.